നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 28 ശനി. വർഷങ്ങളായി മറ്റു വകുപ്പുകളിൽ അഭിപ്രായം കാത്തുകിടക്കുന്ന ഫയലുകളിൽ അന്തിമ അഭിപ്രായം 15 ദിവസത്തിനകം അറിയിക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകണമെന്ന് ഫയൽ അദാലത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത സെക്രട്ടറിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഫയൽ തീർപ്പാക്കൽ കാര്യക്ഷമമാക്കാൻ പോർട്ടൽ വേണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിൽ മാത്രം തീർപ്പാക്കാൻ 3,18,441 ഫയലുകളാണ്. ഏറ്റവുമധികം ഫയൽ കെട്ടിക്കിടക്കുന്നത് തദ്ദേശ ഭരണ വകുപ്പിലാണ്, 44,360 ഫയലുകൾ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ പുതിയ MLA-യായി മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ മകനും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലായിരുന്നു പ്രതിജ്ഞ. നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ MB രാജേഷ്, K രാജൻ, സ്പീക്കർ MN ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു. ഹർജി ഇനി പരിഗണിക്കുന്ന ജൂലൈ 7-നകം മറുപടി നൽകണം. എറണാകുളം തൃശൂർ ദേശീയപാതയിലെ അതിരൂക്ഷ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടി KPCC സെക്രട്ടറി ഷാജി നൽകിയ ഉപഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇടറോഡുകൾ അറ്റകുറ്റപ്പണിയില്ലാതെ തകർന്നു കിടക്കുന്നതാണ് കുരുക്കിനുള്ള മുഖ്യ കാരണമെന്ന് കളക്ടർ. സിനിമയിൽ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ റിവൈസിംഗ് കമ്മിറ്റി വിലയിരുത്തിയ ശേഷം സെൻസർ ബോർഡ് ഇറക്കിയ ഉത്തരവ് ഹാജരാക്കാനും നിർദ്ദേശിച്ചു. സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരെ നിർമ്മാതാക്കളായ കോസ്മോ എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. സിനിമയുടെ പേരിലും സംഭാഷണങ്ങളിലും ജാനകി എന്ന് ഉപയോഗിച്ചിട്ടുള്ളിടത്ത് ഭേദഗതി നിർദ്ദേശത്തോടെ ഉചിതമായ സർട്ടിഫിക്കറ്റ് നൽകാമെന്നാണ് ഉത്തരവെന്ന് സെൻസർ ബോർഡിന്റെ അഭിഭാഷക അറിയിച്ചു. +2 മാർക്ക് ഏകീകരണത്തിനുള്ള മാനദണ്ഡം നിശ്ചയിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം വൈകുന്നതുമൂലം കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസായ കീം എഴുതിയ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ആശങ്കയിൽ. 2 ദിവസത്തിനുള്ളിൽ ഫലം പ്രഖ്യാപിക്കുമെന്ന് 24-ന് മന്ത്രി R ബിന്ദു നൽകിയ ഉറപ്പും പാഴായി. ദേശീയ തലത്തിലെ പ്രവേശന പരീക്ഷകളുടെ ഫലം വന്നിട്ടും കേരളത്തിലെ ഫലം വരാത്തതിൽ വിദ്യാർത്ഥികൾ കടുത്ത നിരാശയിലാണ്. പലർക്കും തുടർ പഠനത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കേരളത്തിലെ റാങ്ക് അറിയേണ്ടതുണ്ട്. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം പാളിയെന്ന കണക്കുകളുമായി റേഷൻ വ്യാപാരി സംഘടന രംഗത്തെത്തി. ആകെയുള്ള 13,989 കടകളിൽ 700 എണ്ണത്തിൽ മാത്രമാണ് മണ്ണെണ്ണ വിതരണത്തിന് എത്തിയതെന്നും പല ജില്ലകളിലെയും ഡിപ്പോകളിൽ മണ്ണെണ്ണ എത്തിയിട്ടില്ലെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം മണ്ണെണ്ണ ഉൾപ്പെടെ എല്ലാ റേഷൻ സാധനങ്ങളും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മഞ്ഞ കാർഡുടമകൾക്ക് 1 ലിറ്ററും ബാക്കിയുള്ള കാർഡുടമകൾക്ക് 1/2 ലിറ്റർ വീതവും മണ്ണെണ്ണ ലഭിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. ഭൂമിയുടെ ഡിജിറ്റൽ സർവേ പൂർത്തിയായ 312 വില്ലേജുകളിൽ 190 എണ്ണത്തിൽ അന്തിമ വിജ്ഞാപനം ഓഗസ്റ്റിൽ ഉണ്ടാകുമെന്ന് മന്ത്രി K രാജൻ. ചില ചട്ടഭേദഗതികൾ വേണ്ടി വന്നതിനാലാണ് അന്തിമ വിജ്ഞാപനം വൈകിയത്. രാജ്യത്താകമാനം ഭൂരേഖാ പരിപാലനത്തിൽ കാര്യക്ഷമത ഉറപ്പാക്കാനുള്ള സർവേ ഓഫ് ഇന്ത്യയുടെ ശ്രമങ്ങളെ സഹായിക്കുന്നതാണ് കേരളത്തിന്റെ ഈ രംഗത്തെ നടപടികളെന്ന് ഇന്ത്യൻ സർവേയർ ജനറൽ ഹിതേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട ഭൂമി ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രയേൽ ഇറാൻ യുദ്ധമേഖലയിൽ നിന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 67 മലയാളികളെ കേരളത്തിൽ എത്തിച്ചു. ഡൽഹിയിൽ എത്തിച്ചേർന്നവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സംസ്ഥാന സർക്കാർ നടപടികളെടുത്തു. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ പ്രകൃതി ദുരന്തത്തിൽ ഇരകളായവരുടെ പുനരധിവാസത്തിനായുള്ള സ്നേഹഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം 4.5 കോടി രൂപ സമാഹരിച്ചു. 30-ന് കണ്ണൂർ കൃഷ്ണമേനോൻ ഗവൺമെന്റ് വനിതാ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുക ഏറ്റുവാങ്ങുമെന്ന് മന്ത്രി R ബിന്ദു അറിയിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ PP ദിവ്യയ്ക്കെതിരെ വിജിലൻസിന് ലഭിച്ച പരാതിയിൽ 4 മാസം കഴിഞ്ഞിട്ടും പരാതിക്കാരന്റെ മൊഴിയെടുത്തില്ല. പരാതിയിൽ എന്തന്വേഷണമാണ് നടക്കുന്നതെന്ന വിവരം മറച്ചുവെക്കുകയാണ് വിജിലൻസ്. പരാതിക്കാരൻ വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ഉന്നയിച്ചെങ്കിലും സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി കൃത്യമായ മറുപടി നൽകിയില്ല. അന്വേഷണം മരവിപ്പിക്കുന്നതിന്റെ സൂചനയാണിതെന്നാണ് ആക്ഷേപം.
പോലീസിന്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ബാഡ്ജ് ഓഫ് ഓണറും കമൻഡേഷൻ ഡിസ്കും വിതരണം ചെയ്യും. വൈകിട്ട് 3-ന് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിലാണ് ചടങ്ങ്. സെക്രട്ടേറിയറ്റിൽ സ്ഥിരം ജോലി വാഗ്ദാനം ചെയ്ത് 20ഓളം പേരിൽ നിന്നായി 25 ലക്ഷത്തോളം രൂപ തട്ടിയ കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി. വലിയവിള ചെറിയകുണ്ണി സ്വദേശി അനിൽ ബാബു, പേരൂർക്കട മുക്കോല സ്വദേശി കൃഷ്ണൻ എന്നിവരെയാണ് ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റിൽ മുൻപ് താൽക്കാലിക ഡ്രൈവറായിരുന്ന അനിൽ ബാബു അണ്ടർ സെക്രട്ടറി ചമഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട സംവിധാനം പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിനുള്ള മാർഗരേഖ നടപ്പാക്കണമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായുള്ള ചർച്ചയിൽ നിർദ്ദേശിച്ചു. അമേരിക്ക ഇന്ത്യയുമായി വലിയ വ്യാപാര കരാറിലെത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ത്യയ്ക്കായി ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടന്ന പരിപാടിക്കിടെ ട്രംപ് പറഞ്ഞു. ജൂലൈ 8-നു മുൻപ് ഭാഗികമായി കരാറായാൽ പകരം തീരുവയിൽ ഇന്ത്യക്ക് ഇളവ് ലഭിച്ചേക്കും. രാജ്യത്തെ നിരത്തുകളിൽ സാന്നിധ്യം ഇരട്ടിയാക്കി ഇലക്ട്രിക് കാറുകൾ. 2024 മെയ്യിൽ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ വെറും 2.2% ഈ കാറുകൾ. കഴിഞ്ഞ മെയ് മാസത്തിൽ 4.4% ഉയർന്നു. ഇലക്ട്രിക് സ്കൂട്ടർ, ബൈക്ക്, ഓട്ടോ, ട്രക്കുകൾ എന്നിങ്ങനെ എല്ലാ വിഭാഗം ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിലും ഈ വർഷം വർധനയുണ്ടായി. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഇനി പച്ചയും നീലയും ചേർന്ന നമ്പർ പ്ലേറ്റുകൾ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രാലയം കരടുചട്ടം പുറത്തിറക്കി. നമ്പർ പ്ലേറ്റിന്റെ ആദ്യ പകുതി പച്ചനിറവും രണ്ടാം പകുതി നീല നിറവുമായിരിക്കും. ടാക്സി വാഹനങ്ങളെങ്കിൽ ആദ്യ പകുതി കറുപ്പായിരിക്കും, ഇടതുവശത്ത് വെള്ള നിറവുമുണ്ടാകും. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ മഞ്ഞ നിറത്തിലുള്ള അക്ഷരങ്ങളും മറ്റു വാഹനങ്ങളുടേതിൽ വെള്ള നിറത്തിലുള്ള അക്ഷരങ്ങളും ഉണ്ടാകും. നാളികേരത്തിന്റെ നാട്ടിൽ നാഴി മണ്ണിനേക്കാൾ തീപിടിച്ച വിലയാണ് നാഴി വെളിച്ചെണ്ണയ്ക്ക്. കിലോഗ്രാമിന് 400 രൂപയും കടന്ന് മുന്നോട്ടു പോകുന്നു. കൊപ്ര കിട്ടാനില്ലാത്തതു മൂലമുള്ള പ്രതിസന്ധിയായതിനാൽ അടുത്തെങ്ങും വെളിച്ചെണ്ണ വില കുറയുമെന്ന് പ്രതീക്ഷയില്ല. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും വരുന്ന 5 ദിവസം മഴ ശക്തിയായി തുടരും. തെക്കൻ കേരളത്തിലും സാമാന്യം ഭേദപ്പെട്ട മഴയുണ്ടാകും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയേക്കാം. ഇന്ത്യയുടെ രമേഷ് ബാബു പ്രജ്ഞാനന്ദ ലോക ചെസ് റാങ്കിങ്ങിൽ 4ാമതെത്തി. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.